ഇന്ന് നമ്മൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരൊറ്റ കമൻറ്റ് അമ്മയ്ക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരുപാട് പേര് കമൻ്റ് ഉണ്ട്. എല്ലാവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം അറിയിക്കുന്നു. നല്ല നല്ല കമൻസിന് ഒത്തിരി താങ്ക്സ്. അതാണ് നമ്മുടെ പ്രചോദനം. അപ്പോൾ ആ ഒരു കമൻസിന് അമ്മ ഉത്തരം തരും കേട്ടോ. കമന്റ് എന്തിനാണ് പറ. നിങ്ങൾക്ക് കിച്ചനകത്താണ് ഡൈനിങ് ടേബിൾ ഇല്ലേ, കിച്ചനകത്താണ് എപ്പോഴും ഇരുന്ന് കഴിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ ഈ വീട് വെച്ചിട്ട് 28 വർഷമൊക്കെ ആവും. അന്ന് നമ്മൾ ഇതിൻ്റെ പണിയൊന്നും തീരാതെ നമ്മൾ ഈ വീട്ടിൽ കയറി. അതായത് തറയും ഇട്ട് അടുക്കളയും പൂശി, റൂമൊന്നും പൂശിയില്ല, ഹാള് പൂശിയില്ല, തറ മാത്രം എല്ലാ റൂമിൻ്റെ ഇട്ടതേ ഉള്ളായിരുന്നു. അന്ന് കയറുമ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അണ്ണനോട് പറഞ്ഞു, അണ്ണ അരപ്പിൽ ഇച്ചിരി അകത്തോട്ട് ഫിറ്റ് ചെയ്തിട്ട് ഇത്തിരി സ്ഥലം ഇട്ടാൽ അണ്ണന് ചോറുണ്ടേ. അങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഇച്ചിരി സ്ഥലം ഇട്ട് അകത്തോട്ട് ബാക്കിയുള്ള സാധനമൊക്കെ ഫിറ്റ് ചെയ്തത്. അതായത് അരപ്പല്ലി ഫിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അണ്ണ എപ്പോഴും അതിനകത്തിരുന്ന് ചോറ് തിന്നൂല. അവരെയൊക്കെ നല്ല പ്രായമായതുകൊണ്ട് അണ്ണൻ തറയിൽ ഇരുന്ന് ചോറ് തിന്നും, ഞാനും കൂടെ ഇരിക്കും. കൊച്ചുങ്ങളെ ഇരുത്തി നമ്മൾ ചോറും വാരി കൊടുത്ത് തിന്നിട്ടങ്ങ് പോകും. അവിടെ ഇരിക്കൂലായിരുന്നു. പക്ഷെ ഇപ്പോൾ അണ്ണൻ കുറച്ചങ്ങ് പ്രായമൊക്കെ ആയി വന്നതിന് ശേഷം അണ്ണൻ അവിടെ ഇരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ വീടൊക്കെ പൂശി ഡൈനിങ് ടേബിളും ഒക്കെ മേടിച്ചങ്ങനെ ഡൈനിങ് ടേബിൾ അങ്ങ് ഹാളിൽ കിടക്കയില്ലേ. ഞാനും അണ്ണനും കൊച്ചുങ്ങളും അല്ലേ ഉള്ളൂ, ആര് കാണാൻ. അണ്ണൻ അവിടെ ഇരിക്കും, ഞാൻ ചോറ് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പോഴപ്പോഴും നമ്മൾ വിളമ്പി കഴിക്കുന്നത് കൊണ്ട് ഞാൻ അപ്പോഴും പോയി ഇട്ട് വിളമ്പി അണ്ണൻ്റെ അടുത്തുകൊണ്ട് വെച്ച് കൊടുക്കും. അണ്ണൻ ഡൈനിങ് ടേബിളിലോ അതോ ടി വി ആണെന്നിടത്തവരുന്ന് ചോറുന്നാൽ ഞാൻ അണ്ണനെ വഴക്കുറയും. എനിക്കിങ്ങനെ ഒരു വട്ടം ചോറ്, പിന്നെ ഒരു വട്ടം കറി, പിന്നെ ഒരു വട്ടം തോരൻ, എനിക്കിങ്ങനെ കൊണ്ടുവന്ന് നടക്കാൻ വയ്യ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചോറുന്നേ എന്താണ് ഞാൻ അണ്ണൻ്റെ അവിടെ പറഞ്ഞത്. പിന്നെ വിഷ്ണു ഓടിക്കൊണ്ടുവരും. വിഷ്ണു വന്നാലും അവിടെ അവൻ്റെ അവിടെ പിന്നെ അവന് ഡൈനിങ് ടേബിളിൽ നോക്കത്തോരൂല, അവന് ഓടി അവിടെ വന്നങ്ങ് നിൽക്കും. പിന്നെ എൻ്റെ മരുമക്കൾ വരണമെങ്കിൽ മാത്രമേ അവർ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചോറ് തിന്നു. അല്ലാതെ ഇപ്പം അണ്ണനായാലും വിഷ്ണു ആയാലും ഇപ്പം ഞാനും അവിടെ തന്നെ ഇരുന്ന് ചോറ് തിന്നുന്നത്. അണ്ണൻ തിന്നിട്ടാണ് ഞാൻ ചോറ് തിന്നുന്നത്. അതുകൊണ്ട് അണ്ണൻ തിന്നിട്ട് പോകുമ്പോൾ ഞാനും അവിടെ ഇരുന്ന് ചോറ് തിന്നും. അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെ. നമ്മളെ കാര്യവും പറയാം, വേവിക്കുകയും ചെയ്യാം, എടുത്ത് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോഴും ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്ക് ഡൈനിങ് ടേബിൾ അകത്ത് കിടപ്പുണ്ട്. നമുക്ക് കൈ കഴുകുക, അവിടെ വാഷ് ബേസിനും ഒക്കെ വെച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. പിന്നെ വേറെന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിൽ നിന്ന് മാത്രം വീഡിയോ ചെയ്യോളാം. അടുക്കളയിൽ നിന്ന് ചെയ്യുന്ന വീഡിയോകളെല്ലാം ഓടുന്നു. പിന്നെ അതല്ല ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് കണ്ടന്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അടുക്കള. അവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നോ അതേപോലെ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അവിടെ എന്നാലേ നമ്മൾ കണ്ടന്റ് ഉണ്ടാവത്തുള്ളൂ. നമ്മളെ തലയിൽ കണ്ടന്റ് ഉണ്ടാക്കുക അത് വെച്ച് വീഡിയോ ചെയ്യുക. ആക്ച്വലി ഇപ്പൊ നമ്മളിനി ഫുഡ് ബ്ലോഗ് ചെയ്യേണ്ടി വരും കേട്ടോ. മിക്കതും തിന്നുന്ന വീഡിയോ ഉണ്ട്. ഇവര് ഓടി അവിടെ ഒരു സ്റ്റൂൾ ഇട്ടിട്ടുണ്ട്. ചോറ് തിന്നുന്നതിനായിട്ടൊരു സ്റ്റൂള് പണ്ടേ ഉള്ളതാണ്. ഇവര് ഓടി വരും, ആ സ്റ്റൂളിനകത്തങ്ങിരിക്കും. ചക്കയും മാങ്ങയും അവിടെ കാണും, അതൊക്കെ ഇരുന്ന് തിന്നും. അവിടെ ഇരുന്ന് തിന്നും, വീഡിയോ ഉണ്ടാവും, വീഡിയോ ചെയ്യും. നമ്മൾ പറയും, നമ്മൾ അവിടെ നടക്കുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലേ. അതുകൊണ്ടാണ് കിച്ചൺ കണ്ടന്റ് ഉണ്ടാവുന്നത് നമുക്ക് കൂടുതലും. പിന്നെ അമ്മേനെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരേ ഒരു സ്ഥലം അടുക്കളയായിരിക്കും. 24 hours അമ്മ അവിടെ തന്നെ കാണും. അതല്ലേ നമ്മൾ ഈ ചോറും തിന്നുമ്പോ നമ്മളെന്തെങ്കിലും അരിയുന്നേം പറക്കുന്നതായാലും ആ ഒരു ഭാഗത്ത് വെച്ചാണ്. ഞാൻ എന്തരിയണമെങ്കിൽ ആ സ്റ്റൂളിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് എനിക്ക് അരിയണം. വീഡിയോ രണ്ടും നടക്കും. സത്യമാണ്. ചിലപ്പം മീൻകറി അടുപ്പി ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ആ കൂടെ ഞാൻ ഓടിപ്പോയാൽ മീൻകറി ഇളക്കും, ഉപ്പുണ്ടാകും, നോക്കും. അങ്ങനെയൊക്കെ ചെയ്യും. എരിയണ്ടാന്നു അങ്ങനെയൊക്കെ നോക്കും. ഒരു പാടില്ലല്ലേ, ഒറ്റ ചെയ്യുക. അങ്ങനെ ചെയ്യും. പിന്നെ ഏതൊരു കമന്റ് ഉണ്ടായിരുന്നല്ലോ, എന്തുവാ വേറെന്തരാ മോള് പറഞ്ഞല്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അത് ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം നമ്മളെ വീട് വെച്ച് കയറിയപ്പോ ഒരുപാട് ദാരിദ്ര്യത്തിലാണ് കയറിയത്. കാര്യം വീടിന്റെ പണിയൊന്നും തീർന്നില്ല. ഒരു കട്ടില് മാത്രമാണ്. ഒരു കട്ടില് ഉണ്ടായിരുന്ന ഒരു ചെറിയ ടീപ്പോ, ചെറുത്. വേണമെങ്കിൽ അതിരുന്നും കഴിക്കാം, പക്ഷെ അതും മാത്രമേ ഉള്ളായിരുന്നു. എന്നാലും കഴിക്കുന്നതിന്റെയും അവിടെ അടുക്കള തിണ്ണയിരുന്ന് കഴിക്കുന്നതിന്റെയും
എന്നുവെച്ചാൽ അവിടെയൊക്കെ മാത്രം ഈ അമ്മയുടെ പ്രസൻസ് കൂടുതലുള്ളൂ. അതൊരു പ്രത്യേക സ്വാദാ. വാടക വീടല്ല, അമ്മയുടെ വീടാണ്. വീടാണ് എന്റെ എന്ന് പറയണ്ട, നമ്മളെല്ലാരെയും വീടാണ്. ഇപ്പൊ നമ്മള് സ്വന്തമാക്കിയ വീടാണ്. അതെ, ഇപ്പൊ നമ്മള് മാത്രല്ല, പ്രേക്ഷകരും ഇപ്പൊ നമ്മൾ അവിടെ വെച്ച് കണ്ട് അതങ്ങനെ ആയിപ്പോയി, സ്വന്തമാക്കി പോയി. ഇപ്പൊ അമ്മയ്ക്ക് ആ കമന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവായിട്ടൊന്നും എടുത്തതല്ല, പോസിറ്റീവായിട്ട് എടുത്തത്. അതൊരു എനിക്ക് ഇപ്പോഴും അവിടെ വിട്ട് മാറിപ്പോയാൽ ഞാൻ പോണവരെല്ലാം വഴക്ക് പറയും. മരുമക്കളാകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റൂലല്ലേ. അണ്ണൻ TV ആണ്, അല്ലെങ്കിൽ പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് അണ്ണൻ ഇരിക്കൂല. അണ്ണന് ഇഷ്ടമല്ല ഡൈനിങ് ടേബിളിൽ ഇരിക്കും. അണ്ണൻ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ TV ആണെന്ന ഹാളിൽ നമ്മൾ കൊണ്ടുകൊടുത്ത ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ ഇരുന്നാൽ ഞാൻ ഒരുപാട് വഴക്ക് പറയും. അത് എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം നീളത്തിൽ. ഇതാകുമ്പോൾ വിളമ്പി അങ്ങോട്ട് കൊടുക്കുക, കൈ കഴുകുക, അവിടെ പോയി കൈയും കഴുകും, അത് തന്നെ ജോലിയും തീർന്നു. അത് നമ്മൾ ഇപ്പോഴും നമുക്ക് സന്തോഷം അതാണ്. കൃഷിയൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉള്ളു. അതൊക്കെ ചെയ്യണം, നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ കൃഷിയൊക്കെ വേണ്ടേ. എനിക്ക് ഏറ്റവും ഇഷ്ടം കൃഷിയാണ്. ഞാൻ നടുന്ന സാധനങ്ങൾ അത് പിടിച്ച് പിച്ചുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനുവേണ്ടി ഞാൻ ഇച്ചിരി സമയമൊക്കെ കളയും. പിള്ളേരൊക്കെ എന്നെ കിടന്ന് വഴക്ക് പറയും, ചുമ്മാ അയ്യത്ത് കിടന്ന് നിരങ്ങുന്നത്. പക്ഷെ അതല്ല, അയ്യത്തൊക്കെ കിടന്ന്, പക്ഷെ അതല്ല, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലാഭം, വിഷമില്ലാത്ത ആഹാരം കഴിച്ചൂടെ? അത് തന്നെയാണ് ലാഭം. ലാഭമുണ്ട്, ലാഭമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ലാഭമില്ലാത്ത നമ്മളിപ്പം ചീര ഇടുമ്പം ചീര ഇട്ട് കോവയ്ക്ക ഇഷ്ടം പോലെ 25 രൂപയ്ക്കൊരു. പൂവക്കിഴങ്ങിന്റെ കാര്യം പറയുന്നത് പിന്നെ ഒരു വീഡിയോയിലെ എന്താണ് അടമാങ്ങ എന്ന് ചോദിച്ചായിരുന്നു. അതാണ് നേരത്തെ എന്റെ അടുത്ത് ചോദിച്ച കമന്റ്. അടമാങ്ങ എന്ന് പറയുന്നത് നമ്മൾ പച്ചമാങ്ങ പിച്ചി ഉപ്പിട്ട് രാത്രി വെക്കും. ഉപ്പിട്ട് വെച്ചിട്ട് രാവിലെ ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഊറ്റി, ഉപ്പിട്ട് വെക്കാൻ നേരം വിളക്കുമ്പോൾ അത് വെള്ളമായിരിക്കും, ഉപ്പും മാങ്ങയും വെള്ളമായിട്ടിരിക്കും. ആ വെള്ളം ഊറ്റിയെടുത്ത് ഈ മാങ്ങ നമ്മൾ അന്ന് വെയിലത്തിടും. പിറ്റേന്ന് വൈകിട്ട് വീണ്ടും എടുത്തുകൊണ്ട് വന്ന് വീണ്ടും ഈ ഉപ്പിനകത്തിടും, ഉപ്പുള്ളത്തിടും. ഉപ്പുള്ള അതുവരെ അടച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കും. പിറ്റേന്ന് രാവിലെ വീണ്ടും ഈ മാങ്ങ വാരി ഊറ്റിയെടുത്ത് വെയിലത്തുകൊണ്ടിടും. വെയിലത്തുകൊണ്ടിടുമ്പോൾ പിന്നെ ഈ രണ്ടാമത് കൂടി ഈ മാങ്ങയിൽ ഈ ഉപ്പുവെള്ളം പിടിച്ചാൽ പിന്നെ ശകലം ഉപ്പുവെള്ളമേ കാണത്തുള്ളൂ. മൂന്നാമത്തെ ദിവസം വീണ്ടും കൊണ്ടുവന്ന് ഈ വെയിൽ ഒളിച്ചിട്ട് വീണ്ടും ഈ ഉപ്പുവെള്ളത്തിടുമ്പോൾ കംപ്ലീറ്റ് ഈ ഉപ്പ് വെള്ളവും ഈ മാങ്ങയിൽ പിടിച്ചിരിക്കും. അപ്പോൾ 4-ാമത്തെ ദിവസം നമ്മൾ കൊണ്ടുവന്ന് വെയിലത്തിട്ട് 5-ാമത്തെ ദിവസം 5 ദിവസമൊക്കെ ആകുമ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ നല്ലപോലെ അങ്ങ് ഉണങ്ങും. അത് എത്ര കാലം വരെ വേണമെങ്കിലും ചള്ളാവാതിരിക്കും. അപ്പോൾ മാങ്ങ ഇല്ലാത്ത സീസണിൽ എനിക്കത്ര ഇഷ്ടമല്ല. മാങ്ങ ഇല്ലാത്ത സീസണിൽ ഈ നെത്തോലി കൊച്ചു കൊച്ചു മീനൊക്കെ കിട്ടുമ്പോൾ പണ്ടുള്ളവർ ആ മാങ്ങ എടുത്ത് കറിയിലിട്ട് മാങ്ങക്കറിയായിട്ട് കൂടും. പക്ഷേ എനിക്കത് അത്ര രുചിയായിട്ട്, പക്ഷേ അണ്ണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഭർത്താവിനൊക്കെ അടമാങ്ങ വെച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അത് പച്ചമാങ്ങ നമ്മളിവിടെയൊക്കെ ഉണക്കി സൂക്ഷിക്കുന്നതിന് അടമാങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ അണ്ണനൊക്കെ നെത്തോലി കറിയൊക്കെ നമ്മൾ നെത്തോലി ആണെങ്കിൽ ഈ മാങ്ങ എടുത്ത്, മാങ്ങ ഇല്ലാത്ത സീസൺ ഈ മാങ്ങ എന്നെടുത്ത് അപ്പോഴത് ഒരു വർഷത്തിൽ കൂടുതലിരിക്കും ഈ ഉപ്പ്. അല്ലാതെ ഒരു വട്ടം ഉപ്പിൽ നിന്ന് വാരിയിട്ടങ്ങ് ഉണക്കി അത് തോനെ നാളെ ഇരിക്കത്തില്ല, ഉളർ കയറും. പക്ഷേ ഇത് ആ ഉപ്പ് വെള്ളം മൊത്തം ഈ മാങ്ങ പിടിപ്പിക്കണം. അപ്പോൾ പച്ചയ്ക്ക് ഭയങ്കര ഉപ്പായിരിക്കും. നമ്മൾ കറിയിൽ ലേശം ഉപ്പ് ഇടേണ്ടി വരില്ല, ലേശം അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത്ര എന്തോ എനിക്കൊരു വല്ലാതെ തോന്നും. എന്നാലും കഴിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ വർഷവും കുറച്ച് മാങ്ങ ഉണക്കി വെച്ചിരിക്കും. പുളിഞ്ചിക്കയും അതേപോലെ തന്നെ ഇത്തിരി ഉണക്കി വെച്ചിരിക്കും. വല്ലപ്പോഴും ഒരു പുളിഞ്ചിക്ക അങ്ങനെ ഉണ്ട്. പുളിഞ്ചിക്ക ഉപ്പിട്ട് നമ്മൾ ഉണക്കി അങ്ങ് വെച്ചാൽ മതി. അതിനകത്ത് ഉപ്പ് അങ്ങ് പിടിക്കും. പക്ഷെ അത് വെള്ളത്തിടണ്ട. അത് എനിക്കൊന്ന് അഴുകി പോകും. തൊലിയില്ലല്ലേ, മാങ്ങയ്ക്കാകുമ്പം തൊലികളുണ്ട്, അത് അഴുകി പോകത്തില്ല. അങ്ങനെയാണ് അടമാങ്ങയുടെ. അത് ആളുകൾ ചക്കയും ഉണക്കി വയ്ക്കും. ഞാൻ ചക്കയിൽ ഉണക്കി വയ്ക്കില്ല, എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി. പക്ഷെ മാങ്ങ ഇങ്ങനെ എല്ലാ വർഷവും. ഇപ്പം കൊറോണയ്ക്ക് ശേഷം, കൊറോണ വന്നപ്പോൾ ഞാൻ പോയി പുളിഞ്ചിക്ക ആദ്യമായിട്ടാണ് കേട്ടോ പുളിഞ്ചിക്ക ഉണക്കി വെച്ചത്. അപ്പോഴത് പുളിഞ്ചിക്ക പിന്നെ അച്ചാറിട്ട് വെച്ചിരുന്നാലും തോന്നിയ നാളിരിക്കും. എങ്ങനെ ഉണക്കിയിട്ട്
അതുകൊണ്ട് ഞാൻ പോയി കൊറോണ വന്ന സമയത്ത് എല്ലാം ഇനിയിപ്പം സാധനങ്ങളൊക്കെ കിട്ടാതെ വന്നാൽ പുളിഞ്ചിക്കെങ്കിലും ഇച്ചിരി ഇടാല്ലേ കറിയിൽ എന്നൊക്കെ പറഞ്ഞ് ഉണക്കി. പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല. പിന്നെ വല്ലപ്പൊടിയൊക്കെ ഞാൻ കറി എനിക്കത് ഇഷ്ടമാണ്, പുളിഞ്ചിക്ക് ഉണക്കി വെച്ചിരിക്കുന്ന കറിയിലിടുന്നതൊക്കെ. അതാണ് അടമാങ്ങ. നമ്മളെ നാട്ടിൽ അടമാങ്ങ എന്നാണ് പറയുന്നത്. ഇനി വേറെ പേരുകളൊക്കെ പറയുമായിരിക്കും. എൻ്റെ മാവി പിടിച്ച മാങ്ങ ഒന്നും ഉണക്കാക്കാവുന്നില്ല, ആരുമില്ല. ഇച്ചിരി പിച്ചി തരാൻ. ഒറ്റ കമ്പാട്ട് പോയേക്കില്ല. ഒറ്റ കമ്പായിട്ട് അങ്ങ് പൊങ്ങി പോയ 500 മാങ്ങയെങ്കിലും ഉണ്ട്. വലിയവർക്ക് കയറാൻ പറ്റൂല, കൊച്ചുങ്ങൾക്ക് കയറാൻ പറ്റും. ശിഖരം കുറവ്, കൗണ്ടം കുറവ്. എനിക്ക് കയറിക്കൂടെന്ന് ചോദിക്കും. നല്ല ആളെ പിടിച്ച് കയറിയാലേ മതി. ഇവന്റെ വയറും വെച്ചോണ്ട് എന്റെ മരം ഒടിഞ്ഞു വീഴും. നിശ്ചിത ബോഡി ഷേമി. അങ്ങനെയാണ് നമ്മളെ കമന്റ് വന്നത് ഒരിടത്തെല്ലാം. അതുപോലെ എന്താ ഇത്രയൊക്കെ ഉള്ളു അല്ലേ? പിന്നെ ഒരുപാട് ഞാൻ വിചാരിക്കും എപ്പോഴും ഞാനും എപ്പോഴും വിചാരിക്കും എപ്പോഴും നമ്മള് ചോറും കറിയൊക്കെ വിഷ്ണുവിന് കൊടുക്കുന്ന ഒരു ഇത് എടുക്കുമ്പോഴും നമ്മൾ അവിടെ വെച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ അതൊരു വാക്കാണ്, അതൊരു ഭയങ്കര ഒരു പിന്നെ അത് മാത്രല്ല എല്ലാ വീട്ടിലും അടുക്കളയിലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റുമെന്ന്. അതൊരു വാതലും ആ സ്ലാബും ഒന്ന് അവസാനിക്കുന്ന ഒരു ഭാഗവും. പിന്നെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വെട്ടം അടിക്കുന്ന അവിടെയാ. പിന്നെ ഇരുന്നാലേ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകുമ്പോ തട്ടത്തൊന്നുമില്ല. എല്ലാം കൊണ്ട് ഒരു സൗകര്യമുള്ള സ്ഥലമാണ്. ആദ്യം ആ സ്ലാബ് തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സ്റ്റൂളിട്ടിരുന്ന് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ഭാഗത്തേ പറ്റൂ ആഹാരം കഴിക്കുമ്പോ. ആഹാരം കിട്ടും ഒരാൾക്ക് കഴിക്കാം. അപ്പോഴാണ് മത്സരമാണ് അതിലിരിക്കാനായിട്ട്. കിട്ടിയ വാക്കിന് മത്സരമാണ്. കാരണം അവിടെ ഇരുന്ന് എന്തെങ്കിലും കിട്ടും അധികമായിട്ട്. അല്ല പിന്നെ നമ്മൾ അച്ചാറൊക്കെ അവിടെ ഇട്ട് വെച്ചിരുന്ന അഥവാ ഞാൻ മറന്നു പോയാലും വണ്ണം വേഗം കുപ്പിയെടുത്തും അച്ചാർ ഓടിയിട്ടും കഴിക്കും. അവിടെ ആ ഭാഗത്ത് തന്നെ വെച്ചിരിക്കും അച്ചാറുണ്ടെങ്കിൽ. ഞാൻ മറന്നു പോയാലും കഴിക്കുന്നവരൊക്കെ എടുത്ത് കഴിക്കാം. പിന്നെന്താ പറയാ, പിന്നെ ഡൈനിങ് ടേബിളിൽ ഇപ്പൊ ആളുകൾ ചോറൊക്കെ വെന്ത ഉടനെ ഒരു പാത്രത്തിൽ ഇട്ട് അതിനുള്ള പാത്രങ്ങളുണ്ട്. ഡൈനിങ് ടേബിളിന്റെ അടുത്തുകൊണ്ട് വയ്ക്കും. അച്ചാറുകളും ഗ്ലാസ്സുകളും എല്ലാം അവിടെ തന്നെ വെക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം നമ്മള് അലമാരി സൂക്ഷിച്ചു. അലമാരി സൂക്ഷിക്കുന്നതല്ല, എനിക്കാണെങ്കിൽ അടുപ്പിൽ തന്നെ ചോറ് ഇരിക്കണം. അപ്പോഴും ആ ചോറ്റിനൊരു ചൂട് കാണും. നമ്മള് വിറവിട്ടല്ലേ വെക്കുന്ന. രാത്രി ആയാലും ആ ചോറിന് നല്ല ചൂടാണ്. പിന്നെ ഞാൻ 10 മണി കഴിഞ്ഞതിന് ശേഷം അരിയെടുപ്പ് ഇടത്തുള്ളൂ. ചൂടോടെ പറയും രാവിലെ വേവിച്ച് ജോലിയൊക്കെ ഒതുക്കണം. പക്ഷെ എനിക്ക് 10 മണിക്ക് അരിയെടുപ്പ് ഇടും. അതുവരെ ഞാൻ രാവിലെ ഒരു 8-8:30 വരെ കയ്യത്തൊക്കെ പോയി ഓരോന്നൊക്കെ നോക്കി വന്ന് കാപ്പി ഉണ്ടാക്കി. ചിലപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കി അണ്ണന് കൊടുത്തയക്കണം. കൊടുത്തയച്ചിട്ട് അങ്ങ് പോകും. ഒന്നും ചെയ്യൂല അടുക്കള. പോയി നോക്കിയിട്ടൊക്കെ വന്ന് പിന്നെ പാത്രമൊക്കെ തേച്ച് കഴിച്ച് അവിടെയൊക്കെ തുടച്ച് ഞാൻ പല്ല് തേച്ച് പിന്നെ എൻ്റെ കാപ്പി പിന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഡേ ഇൻ മൈ ലൈഫ് ആയി പോയല്ലേ? അല്ല അങ്ങനെയാണ്. 12 മണിയൊക്കെ ആകുമ്പം വേവും. 12 മണിക്ക് എന്താ നമുക്കത് പിന്നെ അടുപ്പിൽ തന്നെ ഇട്ടിരുന്ന രാത്രി വരെ നല്ല ചൂടാണ്. മിക്കപ്പോഴും അണ്ണൻ രാത്രി ചോറൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോഴും അണ്ണന് ചൂട് ചോറ് കൊടുക്കാം. അത് ഇന്നാളെ ഒരു കമന്റും കൂടെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമോന്ന്. ഇതിപ്പോ പറഞ്ഞങ്ങ് തീർത്ത്. അങ്ങനെ നമ്മളെ അടുക്കളയുടെ കാര്യം ആ ഒരു കാര്യം ചോദിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചോദിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ പഴയ കാലം ആ ഭാഗത്തെ പറ്റി ഓർക്കുന്നത് കൂടി. അതിന് ഈ വീട്ടിൽ ആര് വേവിക്കാൻ കയറിയാലും ആ ഭാഗമേ ഉപയോഗിക്കത്തോന്നെ. ഓക്കെ, അമ്പലത്തിൽ പോവാൻ ഒരുങ്ങിയില്ല. അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. അമ്മയുടെ പ്രശ്നമല്ല, അമ്മയുടെ കുഞ്ഞു നല്ല നല്ല മെമ്മറീസ് അല്ലേ, നല്ല ഓർമ്മകൾ. വീട്ടിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് അത് ഭയങ്കര കടപ്പാടാണ്. ഒരു ഡൈനിങ് ടേബിള് ഡൈനിങ് ടേബിൾ ഞാൻ നോക്കുമ്പോ ഇവിടെ ആരെങ്കിലും ഒരു 5-6 പേര് ഒത്തു വരുമ്പോഴേ ഇവിടെ ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പൊ മൂത്ത മോള് അതെടുത്ത് തുണി തയ്ക്കും. എന്താന്ന് വെച്ചാൽ ആരും അതിരുന്ന് കഴിക്കാറില്ലല്ലേ. കഴിക്കാരും അണ്ണൻ കഴിക്കൂല, പിന്നെ നീ കഴിക്കൂല, പിന്നെ നമ്മള് രണ്ടുപേരും. നമ്മള് ഈ പറഞ്ഞ കണക്ക് ചിലപ്പോ അവരടുത്ത് നിന്നുകൊണ്ട് തിന്നും, ചിലപ്പോ അവരെണീറ്റ് പോകുമ്പോ ഇരുന്ന് അങ്ങ് തിന്നും. അതാ അങ്ങനെ. ഡൈനിങ് ടേബിളിൽ ഇപ്പൊ ഒരുപാട് അംഗങ്ങളും ഇല്ല ഒത്തിരുന്ന് കഴിക്കാൻ. അപ്പൊ ആ കമന്റ് ഇട്ട ആൾക്ക്
നമ്മൾ പുതിയ കമന്റുകളുമായിട്ട് വീണ്ടും വരും. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ കമന്റ് ഇട്ട ആളിന് ഒത്തിരി താങ്ക്സ്. ആ കമന്റ് ഇട്ട ആളല്ല, നമ്മുടെ എല്ലാ വീഡിയോക്ക് കമന്റ്സ് ഇടുന്ന എല്ലാവർക്കും, നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. ഒത്തിരി സന്തോഷമുണ്ട്. അമ്മ ഈ കമന്റ്സ് എല്ലാം വായിക്കുന്നുണ്ട്. അപ്പോൾ ടാറ്റ കൊടു. ടാറ്റ. ടാറ്റ.